ഡിസ്പ്ലേ. ഇത് സിസ്റ്റോണിക്സിൻ്റെ കണ്ടക്ടിവിറ്റി മീറ്ററാണ്. അപ്പോൾ ഇത് ശരിക്കും ഫസ്റ്റ് നമ്മൾ ഓൺ ചെയ്യാം. ഓൺ ചെയ്യേണ്ടത് ബാക്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓണായി. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി ഇലക്ട്രോഡാണ്. അപ്പോൾ ഇതിൽ സെൽ ഫോൺസിൻ്റെ 1 ആണ്. കെ എന്ന് പറയുന്നത് സെൽ ഫോൺസിൻ്റെ ആണ്. അത് 1 ആണ്. 1 അതിന് 10% എറർ വരാം. അപ്പോൾ സെൽ ഫോൺസിന് 1 ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻസ്ട്രുമെൻറ്റിൽ ഇവിടെ 1 ഉണ്ട്, 0.1 ഉണ്ട്. അപ്പോൾ ഈ സ്വിച്ച് പ്രസ്സായി കിടക്കുന്നതാണ് ഈ സിമ്പിൾ. സ്വിച്ച് പ്രസ്സായി കഴിഞ്ഞതാണെങ്കിൽ ഇവിടെ എടുക്കുക. സ്വിച്ച് റിലീസ് ചെയ്തിട്ടുള്ളതാണ് 1. അപ്പോൾ സ്വിച്ച് ഇതിപ്പോൾ പ്രസ്സാണ്. അപ്പോൾ 0.1 സെൽ കോൺസിനാണ്. ഇത് റിലീസ് ചെയ്തിട്ട് 1 ആണ്. അപ്പോൾ സെൽ കോൺസിൻ്റെ ഫസ്റ്റ് സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രോഡ് കണക്ട് ചെയ്യും. ഇലക്ട്രോഡ് ബാക്കിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഒന്ന് റെഡും ബ്ലാക്കും ആണ്. പൊളാരിറ്റി ഇല്ല. കാരണം കണ്ടക്ടിവിറ്റി ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോഡ് മാത്രമാണ് കണ്ടക്ടിവിറ്റി സെല്ലെന്ന് പറയും. അതിന് പൊളാരിറ്റി ഇല്ല. ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇലക്ട്രോഡ് സെല്ലെന്ന് എഴുതിയ ഭാഗത്ത് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സെൽ കോൺസിന് സെലക്ട് ചെയ്തു, ഇലക്ട്രോഡ് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സെറ്റ് 100 എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്യും. കണ്ടക്ടിവിറ്റി സെറ്റ് 100 ഈ സ്വിച്ച് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം റീഡിങ് ആദ്യം 100 ആയിട്ട് സെറ്റ് ചെയ്യാം. 100 ആയിട്ട് സെറ്റ് ചെയ്യാം. 100 എന്ന് വെച്ചാൽ സെറ്റ് 100 എന്നുള്ള നോബ് വെച്ചിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുക. നേരെയുള്ള സെറ്റ് 100 നോബ് വെച്ചിട്ട് ആദ്യം 100 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കണ്ടക്ടിവിറ്റി സെലക്ട് ചെയ്യുക. കണ്ടക്ടിവിറ്റി സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു നോൺ സൊല്യൂഷൻ ഇതിലേക്ക് എത്രയായിരുന്നു 0.1 ആയിരുന്നല്ലോ. 0.01 നോർമൽ കണ്ടക്ടിവിറ്റി KCL സൊല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്നുള്ളത് നോൺ ആണ്. എന്ന് വെച്ചാൽ 1.29 ആണ് അല്ലേ. അപ്പോൾ കണ്ടക്ടിവിറ്റി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇതിലൊരു 10% എറർ ഓൾറെഡി പറയുന്നുണ്ട്. അതാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി നോൺ ആണ്, സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് 1.29. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടക്ടിവിറ്റി പ്രസ് ചെയ്ത ശേഷം ഈ റീഡിങ് സ്റ്റാൻഡർഡൈസ് എന്നുള്ള നോബ് വെച്ചിട്ട് സെറ്റ് ചെയ്യും. 1.29 എന്നുള്ളത് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്. അതിൽ മാക്സിമം നിയറസ്റ്റ് റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് ശരിക്ക് കൂടുതൽ നല്ല റേഞ്ച്. എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് മില്ലി സെക്കൻഡ്സ് 20 എന്നുള്ള റേഞ്ചാണ് നമ്മൾ തൊട്ട് മുമ്പേ സെലക്ട് ചെയ്തത്. 1.29 എന്ന് പറയുമ്പോൾ 2 എന്നുള്ള റേഞ്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 2 എന്നുള്ള റേഞ്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം സ്റ്റാൻഡർഡൈസ് നോബ് വെച്ചിട്ട് കറക്റ്റായിട്ട് 1.29 എന്നുള്ള സെറ്റ് ചെയ്യും. എൻ്റെ വാല്യൂ സെറ്റ് ചെയ്യും. ഇപ്പോൾ അതിനുശേഷം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. സെറ്റ് 100 എന്നുള്ളത് 100 ആയിരിക്കണം. കണ്ടക്ടിവിറ്റി എന്നുള്ളത് 1.29 ആയിരിക്കും. രണ്ടും ഓക്കെ ആണെങ്കിൽ ഇത് നമ്മൾ സാമ്പിൾ മാറ്റിയിട്ട് അൺനോൺ ആയിട്ടുള്ള സാമ്പിളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ടിഷ്യൂവിൽ തുടക്കുകയൊന്നും വേണം. ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അതിൽ സാമ്പിൾ മിക്സ് ആയി കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ടിഷ്യൂ പേപ്പർ വെച്ച് റിൻസ് ചെയ്യുക. എന്നിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ പുറത്ത് തുടച്ച് കഴിഞ്ഞാലും ടിഷ്യൂ പേപ്പർ വെച്ചാലും ഇതിൻ്റെ അകത്ത് ഡ്രോപ്പായിട്ടുണ്ടാവും. നമ്മൾ പുറത്തൊക്കെ കളഞ്ഞിട്ട് കൃത്യമായിട്ട് വൈപ്പ് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് വാഷ് ചെയ്ത ശേഷം വൈപ്പ് ചെയ്തിട്ട് വേണം സാമ്പിളിലേക്ക്. അതിനുശേഷം അൺനോൺ ആയിട്ടുള്ള ഒരു സാമ്പിൾ ഇപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് ഈ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് റോബോട്ടാണ്. അതിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണുള്ളത് എന്തൊരു വാല്യൂ ഇത് റഫായിട്ട് ചെക്ക് ചെയ്തതാണ്. 1.32 ഒരു വാല്യൂ കിട്ടും. അങ്ങനെ സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്.